ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരത്തേക്കാൾ വലിയ ചോദ്യം ചോദിച്ച് രക്ഷപ്പെടാമെന്ന് കരുതിയിരിക്കുന്ന കേന്ദ്ര ഭരണകൂടം, അതുപോലെ നരേന്ദ്രമോദി, ഇവർക്കൊക്കെ ആശ്വസിക്കാൻ വരട്ടെ. ഇന്നുച്ചയ്ക്ക് ഡൽഹിയിലെ തെരുവുകളിൽ കണ്ണു തുറക്കുമ്പോൾ പ്രധാനമന്ത്രിയെ പൂട്ടുന്ന ജനസാഗരമായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. രാത്രിയിൽ മാത്രം വീഡിയോകളിൽ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുന്ന നരേന്ദ്രമോദിയെ പൂട്ടിക്കെട്ടാൻ ഉറച്ചു തന്നെയാണ് 100 പേരടങ്ങുന്ന സംഘം അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് മാർച്ച് ചെയ്യുന്നത്. സ്വന്തം അവകാശങ്ങൾക്കായി നൂറുകണക്കിന് മനുഷ്യർ വീടിന് മുന്നിലേക്ക് ഇരച്ചെത്തുന്ന കാഴ്ചയായിരിക്കും ഇന്ന് പ്രധാനമന്ത്രി കാണാൻ പോകുന്നത്. ട്രംപിന് അടിമപ്പെട്ട് ഈ രാജ്യത്തെ ജനങ്ങളുടെ വിയർപ്പിൻ്റെ വില തീരെഴുതി കൊടുക്കാമെന്നാണ് വിചാരമെങ്കിൽ അത് എട്ടാക്കി മടക്കി പോക്കറ്റിൽ വെച്ചു എന്ന് പറയാനുള്ളൂ എന്നാണ് സമരക്കാർ പറയുന്നത്. രാജ്യത്തെ നടുക്കുന്ന വമ്പൻ പ്രക്ഷോഭവുമായി ജനങ്ങൾ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. ആം ആദ്മി പാർട്ടിയുടെയും അരവിന്ദ് കെജ്രിവാളിൻ്റെയും നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോരാട്ടം ഇരമ്പിയെത്തുന്നു. ജനങ്ങളുടെ ജീവിതം പൊതിഞ്ഞു വിൽക്കുന്ന E20 പെട്രോളിനെതിരെ ജനങ്ങളുടെ ശബ്ദമായി 100 വളണ്ടിയർമാരോടൊപ്പം അവർ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഓൺലൈൻ ക്യാമ്പയിനിലൂടെ ശേഖരിച്ച 2 ലക്ഷത്തിലധികം ജനങ്ങളുടെ ഒപ്പുകളുള്ള നിവേദനവുമായാണ് കെജ്രിവാളും സംഘവും മോദിയുടെ വസതിയിലേക്ക് എത്തുന്നത്. എന്നാൽ പതിവ് പോലെ സത്യത്തെ നേരിടാൻ ഭയക്കുന്ന കേന്ദ്ര ഭരണകൂടം ഡൽഹി പോലീസിനെ ഉപയോഗിച്ച് ഈ മാർച്ച് തടയാൻ കട്ടായം പറഞ്ഞിരിക്കുകയാണ്. പോലീസിനെ ഇറക്കി ജനങ്ങളുടെ വായടപ്പിക്കാനാണ് മോദി കരുതുന്നത് എങ്കിൽ അതവിടെ നടപ്പില്ല. ആം ആദ്മി പാർട്ടിയും കേന്ദ്രവും തമ്മിലുള്ള പുതിയ പോരാട്ടത്തിനാണിത് കളമൊരുങ്ങുന്നത്. കോൺഗ്രസ് മുതൽ സാധാരണക്കാർ വരെ ഒരേ സ്വരത്തിൽ ഇതിനെതിരെ ചോദ്യങ്ങൾ ഉയർത്തുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വളരെ ലളിതമാണ് ഉത്തരം. 80% സാധാരണ പെട്രോളും 20% എഥനോളും ചേർത്തുള്ള ഇന്ധന മിശ്രിതമാണ് E20. ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറക്കാനൊന്നും കാർബൺ പുറന്തള്ളൽ തടയാമെന്നൊക്കെ പറഞ്ഞ് കേന്ദ്ര സർക്കാർ നമ്മളെ വിശ്വസിക്കാൻ നോക്കുകയാണ്. പക്ഷേ സത്യമതല്ല. വണ്ടികളുടെ ഇന്ധന സിസ്റ്റത്തിൽ പ്രധാനമായും ഉള്ളത് റബ്ബർ, പ്ലാസ്റ്റിക് ഘടകങ്ങളാണ്. ഇന്ധന പൈപ്പുകൾ, സീലുകൾ, ഗ്യാസ്കറ്റുകൾ, ഓറിംഗുകൾ, ഫ്യൂവൽ പമ്പുകൾ എന്നിവയാണവ. ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ തന്നെ നടത്തിയ പഠനങ്ങളിൽ വളരെ വ്യക്തമാണ്. എത്തനോൾ അടങ്ങിയ ഈ പെട്രോൾ വാഹനങ്ങളിലെ റബ്ബർ, പ്ലാസ്റ്റിക് പദാർത്ഥങ്ങളുമായി രാസപ്രതികരണം നടത്തും. ദീർഘകാലം E20 പെട്രോൾ ഉപയോഗിച്ചാൽ റബ്ബർ പൈപ്പുകളും സീലുകളും കഠിനമാകും. വില്ലകൾ വീഴും. ചില ഭാഗങ്ങൾ പെട്രോൾ ആഗിരണം ചെയ്ത് വീർത്തുപോകും. മാരകമായ ഇന്ധന ചോർച്ചയാണ് ഇതിൻ്റെ ഫലം. കൂടാതെ വണ്ടിയിൽ തീപിടുത്തമുണ്ടാകാനും സാധ്യതയേറുന്നു. എൻജിൻ പണിമുടക്ക്, ഇതുപോലെ മൈലേജ് കുത്തനെ കുറയൽ, വണ്ടികളുടെ അറ്റകുറ്റപ്പണി ചെലവ് ഇരട്ടിയാക്കൽ എന്നിവയും ഉണ്ടാകുന്നു. ഇതെല്ലാം കൺമുന്നിലുണ്ടായിട്ടും സുതാര്യമെന്ന് പലയാവർത്തി പറയുന്ന കേന്ദ്രത്തിന് ഒരു ശാസ്ത്രീയ ഡാറ്റയോ വ്യക്തമായ റിപ്പോർട്ടോ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കാൻ കഴിയുന്നുമില്ല. ഇന്ന് സോഷ്യൽ മീഡിയയിൽ സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കാൻ E20 ജനതാ പാർട്ടി എന്ന പേരിൽ വമ്പൻ ക്യാമ്പയിൻ അലയടിക്കുകയാണ്. എക്സിലും ഇൻസ്റ്റാഗ്രാമിലും ലക്ഷക്കണക്കിന് യുവാക്കളാണ് ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ജനങ്ങളോട് ഉത്തരവാദിത്വവും സുതാര്യതയും കാണിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെങ്കിൽ, ചോദ്യങ്ങൾക്ക് ഉത്തരം ചോദിക്കുന്ന ഭരണാധികാരികൾക്ക് അത് ഭയമാണെങ്കിൽ ഡൽഹിയിലെ തെരുവുകൾ ഇനിയും പുകയുക തന്നെ ചെയ്യും. രാജ്യത്തെ സാധാരണക്കാരൻ്റെ പോക്കറ്റടിക്കുന്ന, വണ്ടികൾ തകർക്കുന്ന, ജനങ്ങളുടെ സുരക്ഷ വെച്ച് പന്താടുന്ന ഈ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഇനിയും മൗനം പാലിക്കാൻ കഴിയില്ല എന്നാണ് സമരക്കാർ പറയുന്നത്. കോർപ്പറേറ്റ് പ്രീണനത്തിനും വിദേശ മുതലാളിമാർക്കും വേണ്ടി സ്വന്തം ജനങ്ങളെ ബലികൊടുക്കുന്ന മോദി സർക്കാരുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഡൽഹിയിൽ കുറിക്കപ്പെടുന്നത്. ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ എത്ര വലിയ സർക്കാരും മുട്ടുമടക്കിയിട്ടുണ്ട്. അതാണ് ചരിത്രം.